എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്ന നടി ജലജ 26 വർഷങ്ങൾക്ക് ശേഷം മാലിക് എന്ന സിനിമയിലെ മഹേഷ് നാരായണൻ ഫഹദ് ഫാസിൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മാലിക് എന്ന സിനിമയിലൂടെ ജമീല ടീച്ചർ എന്ന കഥാപാത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഇന്ന് ജലജ മാം ആണ് നമ്മോടൊപ്പം പങ്കുചേരുന്നത്. നമസ്കാരം മാം. നമസ്കാരം മാം, ഞാനിപ്പോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ 80കളിലും 90കളിലും ഒക്കെ മലയാള സിനിമയുടെ ഒരു മാറ്റത്തിന്റെ കാലം കൂടിയായിരുന്നു. ആ മാറ്റത്തിന് കാരണക്കാരായ സംവിധായകർ, പ്രഗത്ഭരായ സംവിധായകർ KG ജോർജ് സാറ്, പത്മരാജൻ സാറ്, മോഹൻ സാറ്, അവരുടെയൊക്കെ സിനിമയിലെ സജീവമായ സാന്നിധ്യമായിരുന്നു മാം. ഇപ്പോ 26 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലെ വലിയൊരു മാറ്റത്തിന് കാരണക്കാരനായ പ്രമുഖ സംവിധായകരിൽ ഒരാളാണ് മഹേഷ് നാരായണൻ. അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു ശക്തമായ കഥാപാത്രം, ജമീല ടീച്ചറിന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നു. എപ്പോഴും മാറ്റത്തിന്റെ കൂടെ നിൽക്കുന്ന സംവിധായകർക്കൊപ്പം മികച്ച കഥാപാത്രങ്ങൾ ചെയ്യുക, നല്ല സിനിമകൾ ചെയ്യുക. ഒരു പക്ഷെ അപൂർവമായിട്ടായിരിക്കും മലയാള സിനിമയിലെ നായികമാർക്ക് ഇത്തരത്തിലൊരു ഭാഗ്യം ലഭിക്കുന്നത്. മാം എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? വളരെ സന്തോഷം, ദൈവാധീനം, ഭാഗ്യം എല്ലാം കൂടെ ചേർന്നാണ് ഞാൻ പറയും. ആദ്യമേ തന്നെ ബിഗ് താങ്ക്സ് ടു മഹേഷ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാപ്പിന് ശേഷം ഞാൻ നല്ല റോള് കിട്ടുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഓഫീസ് വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യണം എന്നങ്ങനെ തോന്നിയില്ലായിരുന്നു. ഇത് വന്നപ്പോഴത്തേക്കും മഹേഷ് എന്നെ വിളിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ മോൾക്കാണ്, എന്നുവെച്ചാൽ മോളാണ് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. അപ്പം ദേവിക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് പറഞ്ഞു ചേച്ചിക്കാണ് ഇതിലെ റോള്, ഒരു സ്ട്രോങ്, ഒരു പവർഫുൾ, വെരി ഇമ്പോർട്ടൻറ്റ് റോളാണെന്ന് പറഞ്ഞു. എന്നിട്ട് മഹേഷ് തന്നെ വീട്ടിൽ വന്നിട്ട് കഥ പറഞ്ഞു, സ്ക്രിപ്റ്റും തന്നു വായിക്കാനായിട്ട്. അപ്പം ആദ്യമായിട്ട് തന്നെ എൻ്റെ കരിയറിൽ വന്ന് എനിക്കൊരു സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരും. ഓഫ്കോഴ്സ് ഡയറക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്ക് കഥ, അതിലെ കഥാപാത്രം എല്ലാം നല്ല വിവരിച്ച് പറഞ്ഞു തന്നിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പം നമ്മൾ സെറ്റിൽ പോകുമ്പോഴാണ് നമ്മുടെ ഡയലോഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ അതിൽ നിന്നൊരു വ്യത്യസ്തത എന്ന് പറയാനായിട്ട് ഇപ്പം എനിക്ക് സ്ക്രിപ്റ്റ് കൈ കിട്ടിയപ്പോൾ ദ ഹോൾ സ്റ്റോറി എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കഥ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വാവ്, ഇറ്റ്സ് എ വെരി ഇംപ്രസീവ് സ്റ്റോറി ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു മഹേഷിന് ഇത് നല്ലപോലെ വർക്ക് ചെയ്യാനുണ്ടല്ലോ എന്നാണ് ആദ്യം എൻ്റെ വിചാരം. എന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ ബട്ട് പവർഫുൾ റോളല്ലേ, കുറേ ക്യാരക്ടേഴ്സും ആൾക്കാരും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു വലിയൊരു ക്യാൻവാസ് തന്നെയാണ്. അപ്പം അങ്ങനെ ഇതിൽ അപ്പം എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് വെച്ചാൽ ഇതൊരു കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബോൾഡ്നെസ് ഓക്കെ, ബട്ട് ലൈക്ക് ഒരു ഏജിങ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും നമുക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം മഹേഷിൻ്റെ അടുത്ത് പറഞ്ഞു വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അപ്പം മഹേഷ് ചേച്ചി ചെയ്യണം. മഹേഷിൻ്റെ ഒരു എന്താണ് നിർബന്ധം കൂടെയായിരുന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് അത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്തായാലും ഒരു നല്ല പടമായിരിക്കും. എന്ന് വെച്ചാൽ മഹേഷിന്റെ ടേക്ക് ഓഫ് കണ്ടിട്ട് നല്ലൊരു പടമാണ് ചെയ്തത്. അപ്പോൾ നല്ല മഹേഷിന്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡയറക്ടർ കം എഡിറ്ററും കൂടെയാണ്. അപ്പം അതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്, വെരി സ്ട്രോങ്. അപ്പം എന്താ ചെയ്യുന്നത്, പുള്ളിക്ക് ആ ക്രാഫ്റ്റിനെ പറ്റി വളരെ നല്ല ധാരണയുള്ള ഒരു മനുഷ്യനാണ്. സോ ഇങ്ങനെ ഒരു നല്ല പടമായിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ആവാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. ആൻഡ് ഈ പറഞ്ഞ പോലെ മഹേഷ് അത് എന്നെ വിളിച്ചതിലും എനിക്കൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് കഥ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ചെയ്യാമെന്നുള്ളത് ഇന്ന് മാലിക്കിലേക്ക് എത്തി നിൽക്കുന്നത്. അതെ മാം, ഇപ്പൊ ഈ മാലിക്കിലെ ജമീല ടീച്ചർ എന്നൊരു കഥാപാത്രത്തിന്റെ ഒരു അവസ്ഥയിൽ വാർദ്ധക്യം മൂലം അവശത വന്ന് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ജമീല ടീച്ചറിന്റെ കഥാപാത്രത്തിന്. ഈ സിനിമയിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സീൻ ഏതായിരുന്നു? ഈ ശരിക്കും പറഞ്ഞാൽ ആ ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് എന്താ വെച്ചാൽ നമ്മുടെ വോയിസിന്റെ കാര്യമുണ്ട്, പിന്നെ നമ്മുടെ മൂവ്മെന്റ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ മേക്കപ്പ് വളരെ നല്ല മേക്കപ്പാണ്. രഞ്ജിത്തിന്റെ മേക്കപ്പ് വളരെ നല്ലത്. സോ ആ ഒരു ട്രാൻസിഷൻ നമ്മൾക്ക്, എനിക്ക് ആ ചെറുപ്പം കുറച്ചുണ്ട്, പിന്നെയാണ് വയസ്സായെന്ന് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മേക്കപ്പ് കൊണ്ട് ആളിനെ മാറ്റി, പക്ഷെ ബോഡി ലാംഗ്വേജ് ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പൊ അത് നമ്മൾക്ക് നമ്മുടെ ആവശ്യതയും എല്ലാം കാണിക്കുകയും വേണം. അതിനെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്ന രീതിയിൽ, ഒബ്സർവ് ചെയ്ത രീതിയിൽ ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞാലും മഹേഷ് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പറഞ്ഞു, ചേച്ചി കുറച്ചുകൂടെ ഇത് വേണം, അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കണം, അങ്ങനെയുള്ള എല്ലാം
പറഞ്ഞ് ഇതായിട്ടുണ്ട്. അപ്പൊ അതിൽ ഡയലോഗ് പ്രസന്റേഷൻസ് ആണ് നമുക്ക് കൂടുതലും വളരെ പവർഫുള്ളും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഡയലോഗ്സ് ആണ്. അപ്പൊ അത് കുറച്ചൊരു നമുക്ക് ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് മഹേഷിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ കേൾക്കുന്ന റെസ്പോൺസസ് വളരെ നല്ല റെസ്പോൺസസ് ആണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പൊ എല്ലാം, ഞങ്ങളുടെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം. അപ്പോൾ അതിൽ കൂടെ വരുന്നത് ഫിലിംസിന് നല്ല റിവ്യൂ ആണ് വരുന്നത്. ഓഫ്കോഴ്സ് അതിലെ എല്ലാ ക്യാരക്ടേഴ്സ് ഒന്നിന് മെച്ചമാണ്. ഇപ്പൊ ഫഹദായാലും നിമിഷയാണെങ്കിലും വിനയ് ഫോർട്ടാണെങ്കിലും ബാക്കി എല്ലാവരും എടുത്തു പറയുകയാണെങ്കിൽ ഓരോരുത്തരും ചേട്ടനാണെങ്കിലും മറ്റേ ഫ്രെഡി ആയിട്ട് അഭിനയിച്ചതാണെങ്കിലും അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനും മെച്ചമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു നല്ല കാസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷം. പുതിയ ജനറേഷൻ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എന്താണ് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ഫീലിംഗും ആയിരുന്നു ഉണ്ടായിരുന്നത്. മാം, ഈ സിനിമയുടെ റിലീസിന് മുന്നേയായിട്ട് വന്ന ഇതിന്റെ ട്രെയിലറിൽ തന്നെ ഇപ്പോ ആ ട്രെയിലറിലെ മാമിന്റെ വോയിസ്, അതായത് അവൻ 6-ാം വയസ്സിലെ മരിക്കേണ്ടതായിരുന്നു, അന്നേ മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള മാമിന്റെ ആ വോയിസ്, അത് ഈ സിനിമയോട് പ്രേക്ഷകരെ അടുപ്പിക്കുന്നതിൽ മാമിന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. മാമിന്റെ അഭിനയ ജീവിതത്തിൽ ഈ ജമീല ടീച്ചർ എന്നുള്ളൊരു കഥാപാത്രം അത് ഏത് രീതിയിലുള്ളൊരു അനുഭവമാണ് മാമിന് നൽകിയത്? അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കാലം എല്ലാവരും പറയുന്നത് മലയാളത്തിലെ ദുഃഖപുത്രി, ശാരദയ്ക്ക് ശേഷം ദുഃഖപുത്രി എന്നൊരു ടാഗ് ലൈനാണ് എനിക്കുണ്ടായത്. അപ്പം അത് മനഃപൂർവ്വമല്ല, എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ മിക്കതും സങ്കടമുണ്ട്, കരച്ചിലുണ്ട്. അപ്പൊ അങ്ങനെ വന്നത് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ എനിക്കൊരു വേറെ റോള് കിട്ടിയാലേ എനിക്ക് വേറെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സിന് തോന്നി ചലിച്ച് കരയുന്നതായിരിക്കും നല്ലതെന്നുള്ള ഇതിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഓഫ്കോഴ്സ് ബോൾഡ് ക്യാരക്ടേഴ്സ് കുറച്ച് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഇപ്പം അടൂർ സാറിന്റെ എലിപ്പത്തായത്തില് സാർ പറഞ്ഞ കാര്യം ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ജലജ ഇതിൽ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നില്ല, കരയുന്നില്ല, യു ആർ എ ബോൾഡ് ക്യാരക്ടർ, ശ്രീദേവി എന്ന് പറഞ്ഞ കഥാപാത്രം. സോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വേനലിനെ ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വന്ന് കുറച്ചൊരു കെയർ ഫ്രീ ആൻഡ് ബോൾഡ് ഗേൾ ആയിട്ടാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് ആ ഒരു ഭാര്യയായി അതിന്റെ ഒരു പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരു സംഭവം വരുന്നത്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്, ഐ മീൻ കരയുന്ന റോൾസ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നു. അതല്ലാതെ അപ്പൊ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും മഹേഷ് ആദ്യമേ പറഞ്ഞു ഇതൊരു വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ഉമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആ കഥയിലെ ഒരു പിവിറ്റൽ പോയിന്റ് ആണല്ലോ, എന്താ വെച്ചാൽ ഇവരുടെ മൊഴിയാണല്ലോ ഇതിനെല്ലാം കാരണമാവുന്നത്. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ ആയിട്ടുള്ള, ഇപ്പം അനുപ്രിയ പറഞ്ഞ പോലെ ലൈക്ക് ആ ഡയലോഗിന്റെ കാര്യം അത് വളരെ ഒരു ടച്ചിങ്ങുമാണ്. എന്ന ഏതൊരു നമുക്ക് ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു ഡയലോഗാണ്. ഏതൊരു അമ്മയും പറയുന്നത് നമ്മുടെ കുഞ്ഞ് മരിക്കണം എന്നുള്ളത് ഒരിക്കലും ഒരു അമ്മയും പറയുന്നില്ല. അപ്പം എനിക്ക് തന്നെ അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു വിങ്ങലുണ്ട്, നമുക്ക് തോന്നും അത്. ബിക്കോസ് ക്യാരക്ടറായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫീലിംഗ് ശരിക്കും വന്നിട്ട് മനസ്സിൽ തട്ടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് മഹേഷ് എന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തു. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് കോസ്റ്റ് മഹേഷിന് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പം ഏതൊരു പടത്തിന്റെയും ഞാൻ പറയുന്നത് ക്രെഡിറ്റ് ഇപ്പം നമ്മൾ പോർട്രേ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഡയറക്ടർ നമ്മളെ എങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ആ ക്യാരക്ടർ. ഇപ്പൊ ഇത്രത്തോളം നിങ്ങൾക്ക് ആ കഥാപാത്രത്തിൽ നിന്ന് സംസാരിക്കുന്നു, ആളുടെ ഡയലോഗ് സംസാരിക്കുന്നെങ്കിൽ എഴുതിയത് മഹേഷാണ്, പറഞ്ഞത് ഞാനാണെങ്കിലും എഴുതിയത് മഹേഷാണ്, പിന്നെ എന്നെ എങ്ങനെ അത് പറയണം ചെയ്യണം എന്നുള്ളത് പറഞ്ഞത് മഹേഷാണ്. സോ ദ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ആൻഡ് എന്താണ് പറയാ, സന്തോഷം, വളരെ വളരെ അധികം സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ ഓരോരുത്തരും എനിക്ക് ട്രോൾസും ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ട്രോൾസ് സാധാരണ നെഗറ്റീവ് ആണ്, പക്ഷെ മോസ്റ്റ്ലി എനിക്ക് പോസിറ്റീവായിട്ടുള്ള ട്രോൾസ് ആണ്. പിന്നെ ലൈക്ക് വാട്സാപ്പിൽ മെസ്സേജസ് വരുന്നതാണെങ്കിലും വളരെ പോസിറ്റീവ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു പടം ചെയ്തു, ഓഫ്കോഴ്സ് മഹേഷിന്റെ പടം ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്ന നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അവർക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്. അപ്പം ഓഫ്കോഴ്സ് ആ പടം അങ്ങനെ വരും എന്നുള്ളത്, ജലജയ്ക്ക് ഒരു ഇങ്ങനെ ഇത്രത്തോളം മെൻഷൻ വരും അല്ലെങ്കിൽ റിവ്യൂസ് വരും എന്നുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സോ ഐ എം റിയലി ഓവർവെൽംഡ് വിത്ത് ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് അതില് എന്താണ് എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയും.
മാം ഇപ്പൊ പറഞ്ഞല്ലോ സിനിമയിലെ ഡയലോഗിനെ കുറിച്ച്. അത് അത്രയധികം ടച്ചിങ് ആയിട്ടുള്ള ഡയലോഗാണ് മാം പറയുന്നത്. അതൊരു വലിയൊരു സിനിമയുടെ ഒരു വലിയൊരു വഴിത്തിരിവുണ്ടാക്കുന്ന ഇടപെടലും ജെമില ടീച്ചർ നടത്തുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, മാം തന്നെ പറയുന്നുണ്ട്, ആ ഡയലോഗ് ഇപ്പൊ പല വാട്സാപ്പ് സ്റ്റേറ്റസിലും ഉണ്ട്. അതായത് റമദാ പള്ളിക്കാരും അവനെ കൊല്ലരുത്, അവൻ വളർത്തിയ മണ്ണിലാണ് നീയൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് ഒരു പക്ഷേ ജെമില ടീച്ചറിന്റെ ആ ഒരു ഡയലോഗിലെ സത്യമാണ്. ആ മാലിക്ക് ആ സത്യം എന്താണെന്നാണ് തുടർന്ന് മാലിക്ക് പറയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ആ സിനിമയിലെ ഒരു വലിയൊരു കാര്യം, ആ സത്യം എന്താണെന്നാണ് സിനിമയിലൂടെ പ്രേക്ഷകർ തിരിച്ചറിയുന്നത്. സിനിമയെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകളൊക്കെ മാം ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ മാമിന് എന്താ തോന്നുന്നത്? അല്ല, ശരിക്കും പറഞ്ഞ അങ്ങനെ രാഷ്ട്രീയം എനിക്ക് ഇങ്ങനെ ഈ ഇൻസിഡന്റ് നടന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു വേഗ് ഇതുണ്ടെന്നല്ല, ഞാൻ അത്ര ഫോളോ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെ അതില് കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ നോക്കുന്നത് ലൈക്ക് ഇപ്പം ഒരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റീവ് ആർട്ട് ഫോം ആണ്. അപ്പൊ അതിൽ നമ്മൾ പല സബ്ജക്ട്സ് തിരഞ്ഞെടുക്കും. സോ ഇത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് ആണ്. അപ്പൊ അത് മഹേഷിന്റെ വ്യൂ പോയിന്റ് വന്ന ഒരു സബ്ജക്റ്റും ഐ മീൻ ഇതിൽ ഈ ഇൻസിഡന്റ് എടുത്തിട്ടുണ്ട്, ഓഫ്കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പുള്ളിയുടെ ഇതില് എങ്ങനെയാണ് കാഴ്ച വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ. അപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി പേര് ഇതിന്റെ രണ്ട് വശവും പറയുന്നുണ്ട് ഈ പൊളിറ്റിക്സ് പറയുമ്പോഴത്തേക്കും. ഞാൻ ആ പൊളിറ്റിക്കൽ സൈഡ് അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ ഇതിൽ അഭിനയിച്ചെങ്കിലും പടം കാണുമ്പോൾ ഞാനൊരു പ്രേക്ഷകയായിട്ടാണ് അത് കണ്ടത്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും വളരെ മനോഹരമായിട്ട് കൂട്ടി ഇണക്കി കൊണ്ടുപോയ ഒരു അപ്പൊ ഞാൻ അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇത് പൊളിറ്റിക്കലി ആയിട്ട് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് എനിക്ക് ഒരു ഒപ്പീനിയൻ പറയാൻ എനിക്കറിയില്ല. ഓക്കെ മാം. മാം ഇപ്പോ ഫഹദ് ഫാസിൽ എന്നൊരു നടൻ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച്. നമുക്കറിയാം മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖരായിട്ടുള്ള നടന്മാരോടൊക്കെ മാം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ യുവതലമുറയിലെ നടന്മാരോടൊപ്പം അഭിനയിക്കുമ്പോൾ ഫഹദ് ഫാസിൽ മാത്രമല്ല, വിനയ് ഫോർട്ട്, ദിലീഷ് പോത്തൻ, അദ്ദേഹം സംവിധാനം കൂടിയാണ് ദിലീഷ് പോത്തൻ. അപ്പോ ഫഹദ് ഫാസിലിന്റെ ഒപ്പം അഭിനയിച്ചപ്പോൾ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവരുടെയൊക്കെ അഭിനയ രീതിയെ മാം നോക്കിക്കാണുന്നത്? എന്നുവെച്ചാൽ ഞാൻ ഇപ്പം വിട്ടു നിന്നെങ്കിലും ഞാൻ സിനിമകളെല്ലാം കാണുന്ന ആളായിരുന്നു. പറഞ്ഞ പോലെ 2014 തോന്നുന്നു ഞാൻ ജൂറി ഇരുന്നിട്ടുണ്ട്. അപ്പം ജൂറിയിൽ ഇരുന്നപ്പോൾ അപ്രാവശ്യം ഫഹദിനാണ് അവാർഡ് കൊടുത്തത്. അപ്പം ലൈക്ക് പടങ്ങൾ കാണുമ്പോഴത്തേക്കും ഫഹദിന്റെ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ്. അല്ലാതെ നമുക്കൊരു ഹീറോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാത്രമല്ല ഫഹദ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആണ് ഞാൻ നോക്കി കാണുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ഹീറോയുടെ ആ കൺസ്ട്രെയിൻസിനകത്തല്ല പുള്ളി നിൽക്കുന്നത്. അപ്പൊ ഏത് തരം ക്യാരക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് എന്താണ് ഒരു ടാലന്റ് ആണത്. അപ്പം അതിൽ പുള്ളി വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഏതൊരു ക്യാരക്ടറാണ് ഇപ്പൊ ഞാൻ ട്രാൻസ് ഞാനൊന്ന് സെൻസർ ബോർഡിലുണ്ട്. അപ്പൊ ട്രാൻസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് എല്ലാം നല്ല കുട്ടിയായിട്ടല്ല, നല്ലതും ചീത്തയും എല്ലാം കൂടെ ചേർന്ന് ഉള്ള ഇതാണ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു ആർട്ടിസ്റ്റ് നമുക്ക് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ കാസ്റ്റ് ആൻഡ് ക്രൂ ഇപ്പൊ നിമിഷയുടെ കാര്യം പറയുവാണെങ്കിലും ആദ്യത്തെ പടം പോലും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്. സോ ആ ഒരു ഗ്രാജുവൽ അവരുടെ വളർച്ച. അപ്പൊ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് കൂട്ടർക്കും ഹീറോയ്ക്കും ഹീറോയിനും സർട്ടൻ ഏജ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ് ടു ഡു. അവർക്ക് ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും എല്ലാം കുറച്ചൊരു എന്താണ് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു പടമാണ്. രണ്ടുപേരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതിലൊരു തർക്കവും ഇല്ല. പിന്നെ ബാക്കി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പം ദിലീഷ് പോത്തന്റെ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ പറയായിരുന്നു നമ്മൾ പടം കാണുമ്പോൾ ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ നമുക്ക് ദേഷ്യം വരും ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ദേഷ്യം വരുന്നു എന്ന് പറയുവാണെങ്കിൽ ഹി ഹാസ് ഡൺ ഇറ്റ് സോ വെൽ. അത്ര നന്നായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ആ ദേഷ്യം വരുന്നത്. വെച്ചാൽ ആ കഥാപാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആ കഥാപാത്രത്തെയാണ് നോക്കുന്നത്, ദിലീഷ് പോത്തനല്ല. അപ്പൊ അങ്ങനെയുള്ള ഇത് ഓരോരുത്തരും വളരെ ചെറുതായാലും വലിയതായാലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു
വ്യത്യാസമോ ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ എന്റെ ജനറേഷനിൽ ഞങ്ങൾ എപ്പോഴും പറയും, ഇപ്പം പറയും ഇത് ന്യൂ ജനറേഷൻ ഫിലിംസ്. അപ്പം ഞാൻ പറയാം അല്ല, ഞങ്ങളാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ സ്റ്റാർട്ടഡ് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ പടം തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നസീർ സാറ്, ഷീലാമ്മ, ശാരദാമ്മ, മധു സാറ്, അങ്ങനെ സത്യൻ സാർ ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനെയുള്ളൊരു എന്താണ് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസങ്ങളിൽ കണ്ടാണ് നമ്മൾ സിനിമ കണ്ട് വളർന്നിരിക്കുന്നത്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും എന്നെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക സിനിമയ്ക്ക് പറ്റുമോ നമ്മളെയൊക്കെ എന്നുള്ള. പക്ഷെ ആ ഒരു ചേഞ്ച് വന്നത് ഇപ്പൊ ഞാന്, നെടുമുടി വേണുചേട്ടൻ, വേണുനാഗവള്ളിച്ചേട്ടൻ, തിലകൻ സാറ്, ശ്രീനിവാസേട്ടൻ, ഗോപിയേട്ടൻ, അങ്ങനെ ഞങ്ങളൊക്കെ വെറും സാധാരണക്കാരാണ്. ഞങ്ങൾക്കൊരു വലിയ പരിവേഷമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് എന്ന് പറയാനായിട്ട് നെക്സ്റ്റ് ഡോർ ഗേൾ, നെക്സ്റ്റ് ഡോർ ബോയ്, അങ്ങനെയുള്ളൊരു ഫാമിലി എന്നുള്ളത് നമുക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ്. സോ ആൾക്കാർക്ക് ഞങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വളരെയധികം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നും ജലജ എന്നുള്ള നടി നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, പ്രേക്ഷകർക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രങ്ങളാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബഹ്റിനിലായിരുന്നു ഇത്രയും കാലം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ബഹ്റിനിൽ എല്ലാ വർഷവും വരുമായിരുന്നു. പക്ഷെ ആ സമയങ്ങൾ വരുന്ന സമയത്ത് പോലും ആൾക്കാർക്ക് എന്നെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബഹ്റിനിലായിരുന്നപ്പോൾ പോലും അവിടെ ഞാൻ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ്, ഞാൻ അവിടെ ജീവിക്കാണല്ലോ, അപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവുക, കടയിൽ പോവുക, അങ്ങനെ എല്ലാം പോകുമ്പോൾ ആൾക്കാർ കണ്ടിട്ട് ഇന്നലത്തെ പടം കണ്ടു, ഇന്നലെ യവനിക കണ്ടു, അല്ലെങ്കിൽ ഇന്നലെ ശാലിനിയുടെ കൂട്ടുകാരി കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോഴും അവരുടെ മനസ്സിൽ ആ ക്യാരക്ടർ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ജലജ എന്ന നടി ഇപ്പോഴും ലൈക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്ത് അതൊരു പുതിയ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രഗത്ഭരായ എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പൊ ആ ഒരു നല്ലൊരു ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്കിപ്പോഴത്തെ പുതിയൊരു ഡയറക്ടറിനോട് ഹു ഡസ് എ വെരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ്ങും അപ്പം പറയും വളരെ സട്ടിലായിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ആ സട്ടിലിറ്റിയിൽ വന്ന ആളാണ്. അപ്പം അഡാപ്റ്റ് ചെയ്യാനും ഇവരുടെ കൂടെ സ്റ്റാർസ് ഈ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യാനും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല. മാം ഇപ്പോ അതായത് മാം ഇപ്പോ നിമിഷ സജയനെ കുറിച്ച് പറഞ്ഞല്ലോ. സെറ്റില് നിമിഷ യവനികയിലെ രോഹിണി എന്ന കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചു എന്നൊക്കെ അറിഞ്ഞായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ മലയാള സിനിമയില് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന രീതി, അതായത് അവരെ അവതരിപ്പിക്കുന്ന രീതിയിൽ, സ്വഭാവത്തിലാണെങ്കിലും അവരുടെ രൂപത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്ലേസ്മെന്റിലാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ ചർച്ചകളൊക്കെ സജീവമായിട്ട് നടക്കുന്നത്. അപ്പോ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്ന രീതി, ഇപ്പോൾ ഈ മാലിക്കിലാണെങ്കിൽ തന്നെയും ജമീല ടീച്ചർ എന്ന കഥാപാത്രം സ്വന്തം മോന്റെ അവസ്ഥയിൽ പോലീസ് പിടിച്ചു പോകുമ്പോഴൊന്നും നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു കഥാപാത്രമല്ല ജമീല ടീച്ചർ എന്ന അമ്മ. ബോൾഡായിട്ട് നിൽക്കുകയും മകനെതിരെ മൊഴി കൊടുക്കുകയും ചെയ്യുന്ന വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. അപ്പൊ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ വന്ന് ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് മാം നോക്കിക്കാണുന്നത്? അതിനെ ഇപ്പൊ കാണുന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചേഞ്ച് ഓഫ് ടൈം. നമ്മളുടെ പണ്ടും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആണ് കാര്യങ്ങളിലെല്ലാം. അപ്പൊ ആ ഒരു ഓപ്പൺനെസ് വന്ന് നമ്മളുടെ ഓഫ്കോഴ്സ് സൊസൈറ്റിയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു കണ്ണാടിയോ ഒരു പ്രതിഫലനമോ ആയിരിക്കും നമ്മൾ സിനിമയിലും കാണുന്നത്. സോ അപ്പം വിമൻ ആർ നോട്ട് ലൈക്ക് ഹെൽഡ് ബാക്ക് നൗ. അപ്പൊ അവർക്കും അവരുടെ വോയിസ് ഉണ്ട്, ഒപ്പീനിയൻസ് ഉണ്ട്, ആൻഡ് ദേ ആർ റെഡി ടു എക്സ്പ്രസ് ഇറ്റ്. അപ്പൊ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഇതിലെ ജമീല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറാണ് അവര്. ടീച്ചർ എന്ന് പറയുന്നത് ഒരു നേരായ കുട്ടികളൊക്കെ നേരായ വഴിക്ക് നയിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അത് നേരായ ഒരു കാര്യം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ അമ്മ ഉണ്ട്, അമ്മയാണ്. പക്ഷെ എൻ്റെ മോൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ആ ചെറുപ്പത്തിൽ വന്ന മറ്റേ ജുവനൽ ഹോമിലേക്ക് ആ മോനെ വിടുമ്പോഴത്തേക്കും എൻ്റെ യങ്ങർ സെൽഫാണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ കരണത്തടിച്ചിട്ട് കയറ്റി വിടുകയാണ്. സോ അവിടെ നിന്ന് കരഞ്ഞു, അയ്യോ എൻ്റെ മോൻ പോണു എന്ന് പറഞ്ഞാൽ കരച്ചിലോ ഒന്നുമല്ല, അവനിട്ടൊന്ന് കൊടുത്തിട്ടാണ് വിടുന്നത്. അതായത് നീ പോയി നന്നാവുക എന്നുള്ള മട്ടില്ല, അങ്ങനെയുള്ള ഒരു അമ്മയാണ്. അപ്പൊ അതായത് മോൻ നേരായ വഴി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. പക്ഷെ അമ്മയ്ക്ക് ആ മനസ്സിൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹമുണ്ട്. പക്ഷെ ആ തെറ്റ് ചെയ്യരുത്. ഇപ്പം മക്കളായാലും ശരി, തെറ്റ് ചെയ്യാതെ നേരായ വഴിക്ക് വരണം എന്നുള്ള ഇതിലാണ് ആ അമ്മ നിൽക്കുന്നത്. സോ അതിലൊരു ആ ക്യാരക്ടറിന്, അതാണ് ആ ക്യാരക്ടറിന്റെ ബോൾഡ്നെസ് എന്ന് പറയുന്നത്. നേരായ വഴി കാണിക്കുന്നു, നേരായ വഴി വരണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് ബാക്ക് ചെയ്യുന്ന ഒരു അമ്മയാണ്.
മാം ഇപ്പോ മാം തന്നെ പറഞ്ഞായിരുന്നു, ഇപ്പൊ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ടാണ് ഒരു സിനിമയിലെ സ്ക്രിപ്റ്റ് വായിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. ഇതിനു മുൻപേ കഥകൾ പറയും, കഥയിലൂടെ കഥാപാത്രങ്ങൾ സംവിധായകർ പറയും. ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ ഏത് പ്രോസസ്സാണ് മാമിന് ആ കഥാപാത്രത്തിലേക്ക് ഇഴുകിച്ചേരാനായിട്ട് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതിപ്പം രണ്ട് സമയത്തെ കാര്യങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് പണ്ടത്തെ മോശം എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ പണ്ടത്തെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെയല്ലേ എന്റെ നല്ല ക്യാരക്ടേഴ്സ്. ഇപ്പൊ യവനികയാണെങ്കിലും ശാലിനി എന്റെ കൂട്ടുകാരിയാണെങ്കിലും മർമ്മരമാണെങ്കിലും വേനലാണെങ്കിലും ഇതിൽ എല്ലാം എലിപ്പത്തായം ഇങ്ങനെയുള്ള പടങ്ങൾ എല്ലാത്തിലും അവർ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ക്യാരക്ടേഴ്സ് അല്ലേ ഇന്നും നിങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്, ഇപ്പൊ യവനിയുടെ കാര്യം എല്ലാവരും പറയും ഇറ്റ്സ് ലൈക്ക് ഒരു ക്ലാസിക് ഫിലിമാണ്. അവ നിമിഷം പറഞ്ഞാണ് ഞങ്ങൾക്കൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണ് ഇത് തോന്നിയത്. മഹേഷും അത് പറഞ്ഞു, ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം യവനിക കണ്ടതാണ്. അപ്പൊ ഇവരൊക്കെ ഇത് പറയുമ്പോഴത്തേക്കും ഈ കഥാപാത്രങ്ങളാണല്ലോ അവരുടെ മനസ്സിൽ നിൽക്കുന്ന, തട്ടി നിൽക്കുന്ന കഥാപാത്രം. ഇതൊന്നും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടല്ല ചെയ്തത്. അപ്പൊ അത് മോശം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു. അപ്പൊ ഇപ്പം ഇത് എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് എനിക്ക് ആ ഹോൾ സ്റ്റോറി അറിഞ്ഞു ഒന്ന്. പിന്നെ ഇപ്പൊ കഥാപാത്രം മഹേഷ് എന്റെ കഥാപാത്രം മാത്രം പറഞ്ഞാലും ഞാൻ പണ്ടത്തെ ആ ലൈനിലേ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്കതൊരു വ്യത്യാസമായിട്ടെന്ന് പറയാം ഇത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടെന്നല്ലാതെ പണ്ടത്തെ മോശം ഇത് നല്ലതെന്ന് ഞാൻ പറയില്ല. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു അഡ്വാൻറ്റേജ് കുറച്ച് കൂടുതലുണ്ടെന്നേ പറയുള്ളൂ. ബിക്കോസ് നമുക്ക് ഹോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഹോൾ കഥയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്താണ് എന്നുള്ളത്. മറ്റേത് അവർ കഥ പറഞ്ഞു തരുമ്പോഴും നമുക്ക് അത്രയും ഒരു വലിയ പിക്ചർ കിട്ടില്ലെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞു തരുന്ന രീതിയിൽ. അപ്പം അതിലൊരു വ്യത്യാസം എനിക്ക് അങ്ങനെ അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ മികച്ച കഥാപാത്രങ്ങളാണല്ലോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എനിക്ക്. അതെ അതെ മാം, ഒരു വട്ടം കൂടിയ ഓർമ്മകളുടെ തിരുമറ്റത്തെത്തുവാൻ, അതുപോലെ തന്നെ ഹിമശൈല സൈകത ഭൂമിയിൽ, അതായത് മലയാള സിനിമയിലെ എവർഗ്രീൻ ഗാനങ്ങളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു നായിക നടിയാണ്. ഒരുപാട് അത്തരത്തിലല്ലേ ഒരുപാട് മനോഹരമായ ഗാനരംഗങ്ങളിൽ മാം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മലയാള സിനിമയിൽ അത്രത്തോളം ഗാനങ്ങളില്ല, കൂടിപ്പോയ 1-2 ഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു മലയാള സിനിമയിലെ ഗാനങ്ങൾ ഇപ്പൊ കുറഞ്ഞു വരികയാണ്. അതിനെ എങ്ങനെയാണ് മാം നോക്കിക്കാണുന്നത്? അതിനിപ്പം എനിക്കങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. എന്താ വെച്ചാൽ അതെനിക്ക് തോന്നുന്നത് ഇപ്പം അതിപ്പോ ഈ പറഞ്ഞ പോലെ ഡയറക്ടറിന്റെ ചോയ്സ് അല്ലേ. ഇപ്പൊ അന്നത്തെ കാലത്തെ പാട്ടുകൾക്കും അല്ല അത് കവിത എഴുതിയ കവികൾക്കും ONV സാറിന്റെ ഒക്കെ ഞാൻ എപ്പോഴും പറയും എന്റെ പാട്ട് എന്റെ സിനിമ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് എന്ന് പറയുന്നത് ഒരു വട്ടം കൂടിയ. അത് എന്റെ മാത്രമല്ല ഏതൊരു മലയാളിയുടെ മനസ്സിൽ ആ പല ഓർമ്മകൾ കൊണ്ടുവരുന്ന ഒരു പാട്ടാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഹിമശൈലം അതുപോലെ തന്നെ ആ പടത്തിലെ വന്ന ഒരു നല്ലൊരു സിറ്റുവേഷനാണ് മോഹൻ സാറിന്റെ ഡയറക്ഷനിലുള്ള ആ പടത്തില്. അപ്പൊ നമുക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനു മുമ്പ് ഉള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നസീർ സാർ ആ സമയത്ത് എത്ര മനോഹരമായ പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ട് ഇപ്പോഴും ആ പാട്ട് വരുവാണെങ്കിൽ നമ്മളിതൊന്നും വരികൾ പഠിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ആ വരികൾ നമുക്ക് പാടി വരും കൂടെ. എന്നുവെച്ചാൽ അത്രയും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസ്, ബ്യൂട്ടിഫുൾ മ്യൂസിക് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഇപ്പോഴും പണ്ടത്തെ പാട്ടുകൾ എത്ര പണ്ടത്തെ പാട്ടുകളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ അങ്ങനെയൊന്നും തങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നും അങ്ങനെ പറയാനില്ല. ചിലതന്നെ അടിച്ചു പൊട്ടിച്ചു പോകുന്ന പോലെ, ചെവി പൊട്ടിക്കുന്ന പോലത്തെ ഉള്ള പാട്ടുകൾ ഇതൊക്കെ അപ്പം നമ്മൾ കേൾക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് വിടും, അത്രയേ വിടും. ഓഫ്കോഴ്സ് അതിൽ കുറച്ച് പാട്ടുകൾ നല്ല ലിറിക്സ് ഉള്ളതും നല്ല മ്യൂസിക് ഉള്ളതും വന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എനിക്ക് എടുത്ത് പറയാൻ അറിയില്ല. ബട്ട് ഓഫ്കോഴ്സ് ദർ ആർ വെരി ബ്യൂട്ടിഫുൾ സോങ്സ് വിച്ച് ഹാവ് കം അപ്പ് റീസെന്റ് ഓൾസോ. അതല്ലാതെ അപ്പൊ എനിക്ക് ഇപ്പൊ ഈ അപ്പം നല്ല പാട്ടും ഇപ്പൊ ഇല്ലാത്തതും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അതിൽ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് പറയാൻ ഒന്നുമില്ല. അത് ഡയറക്ടറിന്റെ തീരുമാനമാണ്. ഒരു പടത്തിൽ എത്ര പാട്ട് വേണം അല്ലെ പാട്ട് വേണ്ട എന്ന് അവരല്ലേ തീരുമാനിക്കുക. സോ ദാറ്റ് മസ്റ്റ് ബി ദ റീസൺ എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. ആ സമയത്തൊക്കെ പ്രത്യേകിച്ചും 80കളിലും 90കളിലൊക്കെ കുറച്ച് സീനിയറായിട്ടുള്ള ആളുകളായിരിക്കും സംവിധായകരായിട്ട് എത്തുന്നത്. പക്ഷെ ഇപ്പോ കൂടുതൽ ചെറുപ്പക്കാര് ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സംവിധായകന്റെ കുപ്പായത്തിൽ. അപ്പൊ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ്, അനുഭവ പരിചയമുള്ള ഒരു മുതിർന്ന ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകർ, ഫോർ എക്സാമ്പിൾ മഹേഷ് നാരായണൻ തന്നെ, അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ ഒരു സിനിമയിലുള്ള ഒരു സമീപനം, അവർ ഏത് രീതിയിലാണ് സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്, അതിന് മാമിന് എങ്ങനെയാണ് തോന്നിയത് അവരുടെ സിനിമയോടുള്ള സമീപനത്തെ?
എനിക്കിപ്പം ഒത്തിരി എക്സ്പീരിയൻസ് പറയാനില്ല, എനിക്ക് മഹേഷിന്റെ കാര്യം മാത്രം അതെ അതെ ആ പറയാനുള്ളല്ലോ. അപ്പം മഹേഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോഴത്തേക്കും അത്ര ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. എന്ന് വെച്ചാൽ പുള്ളി എത്രയോ നാളത്തെ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടുള്ള ഒരു പടമാണ്, എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്. സോ ആ പുള്ളി കഥ എഴുതി അത് സ്ക്രിപ്റ്റ് ചെയ്ത് അത് അഫ്കോഴ്സ് അത് നന്നാക്കി 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 കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഒരു ഫൈനൽ ഇതായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം എത്രമാത്രം എഫേർട്ട് ഇട്ടു അതിൽ, എത്ര ഡെഡിക്കേറ്റഡ് ആണ് ഇന്നത്തെ ജനറേഷൻ എന്നുള്ളത് മഹേഷിന്റെ കാര്യത്തിൽ 100% പോയിന്റ്സും കൊടുക്കാം. എന്ന് വെച്ചാൽ ഹീസ് ടേക്കൻ സോ മച്ച് ഓഫ് എഫേർട്ട് ആൻഡ് ഡെഡിക്കേഷൻ. മാത്രമല്ല വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ക്യാരക്ടേഴ്സിന്റെ ആണെങ്കിലും ചെറിയ ചെറിയ നമുക്ക് പടം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലാതെ അത് ജസ്റ്റ് വന്നു പോകുന്ന പോലെയല്ല, ഓരോ ക്യാരക്ടേഴ്സിനും ചെറുതാണെങ്കിൽ പോലും അവർക്ക് ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഡയറക്ടറിന്റെ വിഷ്വലൈസേഷനിൽ എങ്ങനെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് മഹേഷ് എന്താണ് കൺവേ ചെയ്യും അല്ലേ, കൺവേ ചെയ്തിട്ടുണ്ട് വെരി എഫക്റ്റീവ്ലി ഡൺ. അപ്പം എനിക്ക് ഒരു എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ പറയാനായിട്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പുതിയ പടങ്ങൾ കാണുമ്പോൾ, പുതിയ ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ കാണുമ്പോൾ ഓഫ്കോഴ്സ് ലൈക്ക് എല്ലാവരുടെയും പുതിയ പുതിയ കുറെ പടങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് കമേഴ്സിന്റെ ആണെങ്കിലും വളരെ നല്ല പടങ്ങൾ നമ്മൾ കാണാറുണ്ട്. പുതിയ തീംസ് ആണ്, പുതിയ സബ്ജക്ട്സ് ആണ്, മേക്കിങ്സ് ആണെങ്കിലും ശരി. ഇതിലാണെങ്കിലും ഇപ്പം സനുവിന്റെ ക്യാമറ ഒക്കെ ആണെങ്കിൽ മെൻഷൻ ചെയ്യണം നമ്മൾ. എന്ന് വെച്ചാൽ അത്ര കഥയോട് ലയിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് 12 മിനിറ്റുള്ള ആ ഷോട്ട് അല്ലേ. അതെ, അതൊരു ഷോട്ട് തന്നെ, അത് തന്നെ ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് മറ്റേ ഫഹദ് വന്ന ഫയറിന്റെ ഇടയ്ക്ക് ക്രിസ് ക്രോസ് ചെയ്തൊക്കെ പോണില്ലേ. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ഈസി ആയിട്ടുള്ള കാര്യമല്ല. എല്ലാം അത് ഒരു ലൊക്കേഷനിൽ എത്രമാത്രം എഫേർട്ട്. പിന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്, നമ്മുടെ പാൻഡമിക്കിന് മുമ്പേ ഇത് ഷൂട്ടിംഗ് തീർന്നു, ഇതിന്റെ പണിയെല്ലാം തീർന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു പടം നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഇപ്പം ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. കാറ്റഗറി സീറ്റ് അവിടെ എന്ന് പറയുമ്പോൾ 10 പേര് 15 പേര് എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഒരു ക്രൗഡ് തന്നെ ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയില് ഇനിയിപ്പം എന്ന് പറയുന്നത് എന്നാണ് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മളെല്ലാം ഇപ്പൊ സെക്കൻഡ് വേവ് കഴിഞ്ഞു, തേർഡ് വേവ് ദൈവം വരാൻ പോകണു എന്ന് പറഞ്ഞ് ഇനി എന്തൊക്കെയാണ് ദൈവത്തിന് അറിയാം. അപ്പം അതൊരു ഞാൻ പറയുന്ന ഞങ്ങൾക്കൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ ഒരു പടം. എന്തോ ഒരു സങ്കടമുണ്ട്, എന്താ വെച്ചാൽ എന്റെ മോളുടെ ആണെങ്കിലും ഒരു ഫസ്റ്റ് ഈ സിനിമയിലേക്ക് ഒരു കാലല്ലേ. അപ്പം അത് ഒരു വലിയ സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവൂല. ആൻഡ് ഈ പടം എന്ന് പറയുന്നത് വലിയ സ്ക്രീനിലേക്കുള്ള ഒരു പടം തന്നെ, ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്, വലിയ സ്ക്രീനിൽ കാണേണ്ട ഒരു ചിത്രമാണ്. പക്ഷെ അത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ പറ്റാതെ പോയതിൽ ഒരു സങ്കടമുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് OTT റിലീസ് വന്നു, പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. മാം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതായത് ശാരദ മാമിന് ശേഷം ദുഃഖപുത്രി എന്നുള്ളൊരു ഇമേജ്, അതൊരു അഭിനേത്രിയുടെ കരിയറിൽ ആ ഒരു ഇമേജ് അത് മാമിന് ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്? അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരുന്നോ, അതോ അതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നോ? കരിയറിൽ ആ ഒരു ഇമേജ് ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു തന്നത്? എനിക്കത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് തന്നെയായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരിക്കലും എനിക്കൊരു ദുഃഖപുത്രി എന്നുള്ള എനിക്ക് പ്രേക്ഷകരുടെ വാത്സല്യവും സ്നേഹം കൂടുതൽ കിട്ടിയിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു പാവം കുട്ടി, അല്ലെങ്കിൽ ഒരു അനിയത്തി കുട്ടി, അല്ലെങ്കിൽ ഒരു അടുത്ത വീട്ടിലെ കുട്ടി എന്നുള്ളത് സോ ഒരു കൺസിഡറേഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ്. അല്ലാതെ വേറൊരു തരത്തിൽ എനിക്ക് ഒരു എന്താണ് ഇംപ്രഷൻ അല്ല അതിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എപ്പോഴും ആൾക്കാർക്ക് ബഹുമാനം, സ്നേഹം, വാത്സല്യം എല്ലാം തോന്നിയിട്ടേ ഉള്ളൂ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ. അപ്പൊ അതൊരു വളരെ എന്താണ് പോസിറ്റീവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിക്കോസ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയതുകൊണ്ട്, എൻ്റെ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യാനും അങ്ങനെ പറ്റിയത് കൊണ്ടാണല്ലോ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയതും. ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ആളും എനിക്ക് കോൾസ് ഒക്കെ ഇപ്പൊ വരുന്നതാണെങ്കിൽ എൻ്റെ ലൈക്ക് സാധാരണക്കാരായ കുറെ ആൾക്കാര്, ഇപ്പം ഫിലിം സൈഡിൽ നിന്നുള്ളവരുണ്ട്, അല്ലാതെ തന്നെ ഇപ്പം ഞാനിപ്പം ലൈക്ക് കാറിലൊക്കെ പോവുകയാണെങ്കിൽ ലൈക്ക് ആ ഒരു ഡ്രൈവറിന്റെ, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്ന ഒരാളുടെ, അപ്പൊ ഇവരൊക്കെ എന്നെ വിളിച്ച് കണ്ടു, വളരെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. സാധാരണക്കാരായ ആൾക്കാർ പോലും തിരിച്ചു വരവ് ചേച്ചിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള റോൾസ്. പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ
ഇത്രയും നാള് ചെയ്തില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു കഥാപാത്രത്തോട് കൂടി വന്നത്. ഇന്നലെയും എനിക്കൊരു ഫ്രണ്ടിന്റെ കോള്, ഇത്രയും നാൾ ചെയ്തില്ല, ഞങ്ങൾക്ക് വിഷമമായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു റോൾ ചെയ്തു വന്നത് കൊണ്ട് വളരെ സന്തോഷം ജലജ അങ്ങനെ പറയുന്നു. സോ ഇതിനെല്ലാം ക്രെഡിറ്റ് മഹേഷിന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയല്ലോ എനിക്ക് അതെ അതെ. അല്ല, ഇപ്പൊ ചെയ്യാനായിട്ട്. മാമിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇപ്പം ഷീല മാമും ജയഭാരതി മാമൊക്കെ ഒരു താരപരിവേഷം അല്ലെ, അവർക്ക് ഒരു താരപരിവേഷമുള്ള സമയത്തായിരുന്നു മാമിന്റെ സിനിമാ മേഖലയിലേക്കുള്ള എൻട്രിയും. മാത്രമല്ല മാമിന്റെ മലയാളത്വം തുളുമ്പുന്ന മുഖം പറയുമ്പോ എല്ലാരും ചുരുണ്ട മുടിയും മലയാളത്തിൽ തുളുമ്പുന്ന മുഖം, അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അടുപ്പം തോന്നും. ഒരു അഭിനേത്രി എന്നുള്ള നിലയിലല്ല, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തോന്നുന്ന ഒരു അതെ. അപ്പൊ അതാണ് എന്നെ വളരെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. എവിടെ പോകണമെങ്കിലും ശാലീന സുന്ദരി, ശാലീനമായ ഒരു ക്യാരക്ടർ, അപ്പൊ ആ ഒരു ഇമേജ് എനിക്ക് ഈ ക്യാരക്ടേഴ്സിൽ കൂടെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് അത് എല്ലാവരുടെയും മനസ്സിൽ അതുപോലെയാണ് ഉള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ദുഃഖപുത്രി ആയതുകൊണ്ട് ആ ഒരു ടാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സങ്കടമുള്ള കാര്യമല്ല, വളരെ സന്തോഷമേ ഉള്ളൂ. നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു എന്നുള്ള തൃപ്തിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. മാം, ഇപ്പോ മാമിന്റെ ഒരു ഫിലിമോഗ്രാഫി നോക്കുകയാണെങ്കിൽ അടൂർ സാറിനോടൊപ്പം അതുപോലെ തന്നെ അരവിന്ദൻ സാറിനൊപ്പമുള്ള സിനിമകൾ ചെയ്യുക, അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഐ വി ശശി സാറിനോടും ജോഷി സാറിനോടും സിനിമ ചെയ്യുക, ഒരേ സമയം കൊമേഴ്ഷ്യൽ സിനിമകളും അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളും ചെയ്യുക. ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ ഒരു സംതൃപ്തി തോന്നുന്നത് ഏത് തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകുമ്പോഴായിരുന്നു? ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടിയ സിനിമകൾ നല്ല റോളുകൾ കിട്ടിയതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം അതില് കമേഴ്ഷ്യൽ ആണെങ്കിലും ഇപ്പം പറയുന്ന ആ സമയത്ത് അവർ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആർട്ട് ഫിലിം, കമേഴ്ഷ്യൽ ഫിലിം, പാരലൽ ഫിലിം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം രണ്ടും കൂടെ ചേർത്ത് ഒരു ലൈനിലുള്ള പടങ്ങളും കൂടെ അവർ പറയും. അപ്പം അതില് എല്ലാത്തിലും എന്റെ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ ബേസിക്കലി ഒരു നാടൻ പെൺകുട്ടി എന്നുള്ളതാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഈ കഥാപാത്രങ്ങളില് ഇപ്പൊ കഥ വന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫുൾ കഥ ചിലപ്പോൾ അറിയില്ല, അതിലൊരു നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാ കഥ വരുന്നതെന്നുള്ളത് ഞാൻ പടം പോയി കാണുമ്പോഴേ അറിയുന്നുള്ളൂ, ഇതായിരുന്നു ഈ സംഭവത്തിന്റെ ഇടയ്ക്ക് ഞാൻ വരുന്നതെന്നുള്ളത്. ഇപ്പം ഐ വി ശശി സാറിന്റെ അതിരാത്രം എന്ന് പറഞ്ഞ പടത്തില് അതില് സൂപ്പർ സ്റ്റാർസ്, ഇന്നത്തെ സൂപ്പർ സ്റ്റാർസ് എല്ലാം ഉണ്ട്. അപ്പൊ അതിലൊരു റോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു അടിപൊളി പടമാണ്, ഒരു മാസ് എന്റർടൈനർ ആണത്. അപ്പൊ അതിലെ പാട്ടാണെങ്കിലും എന്റെ പാർട്ട് എനിക്ക് പറ്റിയ ഒരു പാർട്ടായിരിക്കും വരിക. സോ അപ്പൊ എനിക്ക് അതിൽ അഭിനയിച്ചാലും ഞാൻ അഭിനയിക്കുന്നത് ഏതിലാണെങ്കിലും എന്റെ അഭിനയം ലൈക്ക് ആ ക്യാരക്ടറിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇപ്പുറത്ത് നമുക്ക് ഇപ്പൊ അടൂർ സാറിന്റെ ആണെങ്കിലും അരവിന്ദൻ സാറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ജോസ് സാറിന്റെയോ മോഹൻ സാറിന്റെയോ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന ഭരതേട്ടന്റെ പടമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സും മെയിൻ സ്ട്രീമിൽ നിന്ന് കുറച്ച് മാറിയത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർസിന്റെ ഒരു പടമാകുമ്പോഴേക്കും അതിൽ കുറെ ക്യാരക്ടേഴ്സ് കാണും, അതിൽ നമുക്കും ഇമ്പോർട്ടൻസ് കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഊന്നൽ വരുന്നത് അവർക്കായിരിക്കും. നമുക്കതിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ഒരു മാസ് പടമല്ലേ അത്, അപ്പൊ പാട്ടും ഡാൻസും സ്റ്റണ്ടും എല്ലാം കൂടെ വരുന്നതാണ്. പക്ഷെ ഈ പടങ്ങള് കുഞ്ഞു പടങ്ങളാണ്, അതിൽ നമ്മൾ എല്ലാവരും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. സോ ആ ഡിഫറൻസ് വന്ന് കുറച്ചൊരു ഓഫ് കോഴ്സ് പാർട്ട് ഓഫ് സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാതിരിക്കില്ല. പക്ഷെ എനിക്ക് രണ്ട് സിനിമകളും ഒരുപോലെ സംതൃപ്തി തരുന്ന ഓഫ് കോഴ്സ് ഈ ഇങ്ങനെയുള്ള നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടുമ്പോഴാണ്. മറ്റേതിൽ പാട്ടാവാൻ കഴിഞ്ഞു എന്നുള്ളതും എന്റെ ഭാഗ്യമാണ്. ഇപ്പൊ പറയുന്ന പോലെ ഞാൻ കമേഴ്ഷ്യലും ചെയ്തിട്ടുണ്ട്, ആർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കുറെ ആൾക്കാർക്ക് തന്നെ എന്നെ ആർട്ട് ഫിലിം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതായിരുന്നു. പിന്നെ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോ മേനോൻ ചേട്ടൻ കാരണമാണ്, ഇപ്പൊ രാധ എന്ന കുട്ടിയിലൂടെയാണ് എനിക്കൊരു കമേഴ്ഷ്യൽ ആസ്പെക്ടിലേക്ക് ഞാൻ വരാൻ കാരണം, ഐ മീൻ റോൾസ് കിട്ടാനായിട്ട്. അപ്പൊ അത് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ള പടങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പോഷർ കുറച്ച് കുറവായിരിക്കും. ഇങ്ങനെയുള്ള പടങ്ങൾ കിട്ടിയതുകൊണ്ട് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ഫിലിം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷെ ഒരു ഡബിൾ സന്തോഷമാണ്, എന്റെ മോൾ ഇതിൽ കൂടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു ഡയറക്ടറിന്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റിന്റെ കൂടെ ഒരു കുഞ്ഞു റോൾ ആണെങ്കിലും അതാണ് അവൾ പറയുന്നത്, എന്റെ ചെറുപ്പം അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. സോ അത് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ മെസ്സേജസ് ഒക്കെ നമുക്ക് വരുമ്പോഴത്തേക്കും കാണാമല്ലോ, ജലജയുടെ മോളാണ് ചെറുപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും വളരെ സന്തോഷമാണ്. അപ്പൊ ഒരു ഡബിൾ സന്തോഷമാണ് എനിക്ക്. ദേവിയും ഈ പടത്തിലുണ്ട്, അവളുടെ ഒരു എൻട്രി ഇതിൽ കൂടെ വന്നു എന്നുള്ളത് സന്തോഷം. മാം, പുതിയ പ്രോജക്റ്റ്
എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയ ഓരോരുത്തർ വിളിക്കുന്നു, പറയുന്നു, ബട്ട് നത്തിങ് ഒരു കോൺക്രീറ്റ് ആയിട്ടൊന്നും പറയാറായിട്ടില്ല. ഫിംഗേഴ്സ് ക്രോസ്ഡ്. മോൾക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു. രണ്ടുപേർക്കും. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു, സന്തോഷം.